എന്താണ് ഈ കാനഡ നന്നാകാത്തത്? ഇന്ത്യക്കാർക്കെതിരെ ദ്രോഹ നടപടികൾ ഓരോ ദിവസവും ശക്തി കൂട്ടിക്കൊണ്ടുവരികയാണ് കാനഡ സർക്കാർ. കാനഡയിലെ ഇന്ത്യക്കാരാകട്ടെ അവിടെ കിടന്ന് പിച്ചെടുക്കുന്നവരൊന്നുമല്ല. അവിടുത്തെ IT, മെഡിക്കൽ, വ്യവസായ, വാണിജ്യ, സേവന മേഖലകളിൽ തങ്ങളുടെ പാദമുദ്രകൾ പതിപ്പിച്ച വിദഗ്ധർ തന്നെയാണ് അവർ. കാനഡയുടെ അവിഭാജ്യ ഘടകം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും അവരെ പറഞ്ഞു വിട്ടാൽ കാനഡ ചിലപ്പോൾ സ്തംഭിച്ചു പോകും. കാനഡയെ ഇന്ന് കാണുന്ന കാനഡയ്ക്ക് മാറ്റിയതിൽ തെലൊന്നുമല്ല മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ വഹിച്ച പങ്ക്. ഇന്ത്യക്കെതിരെ ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തിയ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് സ്വന്തം കസേര വിട്ടിറങ്ങേണ്ടി വന്നു. പിന്നാലെ വന്ന മാർക്ക് കാർണിയാകട്ടെ ഇന്ത്യയോട് അടുക്കാൻ ആദ്യമേ താല്പര്യപ്പെട്ടു. ഇന്ത്യ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഇത് കണ്ട കാനഡയിലെ ഖലിസ്ഥാൻവാദികൾ ഇത് അവിടെ കിടന്ന് ചങ്ങല പൊട്ടിക്കുകയാണ്. കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉപരോധിക്കും, അത് പിടിച്ചെടുക്കും, അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയുമായി അവർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്തായാലും US ആസ്ഥാനമുള്ള ഖാലിസ്ഥാനി സംഘടനയായ 6 for Justice ഇങ്ങനെ ഒരു ഭീഷണിയുമായി രംഗത്ത് വരുമ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി മറ്റൊരു ആരോപണം, അത് ഇന്ത്യയെ തെല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കിയിരിക്കുന്നത്. ഇന്ത്യയെ മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളെയും കടുത്ത രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നു മാർക്ക് കാർണിയുടെ ആ പ്രസ്താവന. 2027 അവസാനത്തോടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാനഡയിലെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം ജനസംഖ്യയുടെ 5% താഴെയാക്കുമെന്നാണ് മാർക്ക് കാർണി പ്രഖ്യാപിച്ചത്. 2024 കാനഡ പഠന പെർമിറ്റുകൾ നൽകുന്നത് നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ ആരംഭിച്ച ഈ ഇടിവ് വീണ്ടും കുത്തനെ ഇടിക്കുമെന്നാണ് ഭീഷണി. കാനഡയിലെ അഭിഭാഷക സംഘടനകളാകട്ടെ കുടിയേറ്റം കൈയറിഞ്ഞുന്ന സംഘടനകൾ മറ്റൊരു ഗുരുതരമായ ആരോപണം ഉയർത്തിയിട്ടുണ്ട്. കാനഡയിൽ സാങ്കേതിക സംവിധാനം വഴിയുള്ള വിസ പ്രോസസ്സിംഗ് കാരണമാണ് ഈ വിസ നിരസിക്കൽ തോത് കൂടുന്നതെന്ന്. അതായത് ഏറ്റവും കുറച്ച് പേർക്ക് കനഡിയൻ വിസ അനുവദിക്കുന്നതിന് കാരണം ഇത് തന്നെയാണെന്ന്. അപേക്ഷകർ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അല്ലാതെ വിസകൾ നേരിട്ട് മാനുവലായി പരിശോധിക്കുന്നുണ്ട് എന്ന് സംശയമാണെന്നും അവർ പറയുന്നുണ്ട്. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ IRCC ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഈ വിസ നിരസിക്കൽ തോത് വർദ്ധിക്കാൻ കാരണമെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. കുതിച്ചുയരുന്ന അവസര നിഷേധങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ കാനഡയിൽ ബാധിച്ചു എന്ന് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിനായുള്ള ആഗോള പ്ലാറ്റ്ഫോമായ PIയുടെ റിപ്പോർട്ടിൽ പ്രതികരിക്കുകയായിരുന്നു മാർക്ക് കാർണി. 2025 കാലയളവിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യ പാദത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള 5 വിസ അപേക്ഷകരിൽ 4 പേരുടെ വിസയും നിരസിച്ചു എന്നതാണ് അതിന്റെ കണക്കെന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ബോർഡർ പാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൽബർട്ട പ്രവിശ്യയുടെ തലസ്ഥാനമായ എഡ്മണ്ടിൽ വെച്ചായിരുന്നു മാർക്ക് കാർണി ഈ പ്രസ്താവന നടത്തിയത്. തന്റെ സർക്കാർ കാനഡയുടെ കുടിയേറ്റ നിരക്കുകൾ സുസ്ഥിര നിലവാരത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നായിരുന്നു കാർണി അവിടെ പറഞ്ഞത്. 2027 അവസാനത്തോടെ കാനഡ ജനസംഖ്യയുടെ മൊത്തം താൽക്കാലിക തൊഴിലാളികളുടെയും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും എണ്ണം 5% താഴെയാക്കുമെന്നാണ് കാനഡയുടെ നാട്ടുകാർക്ക് ഉറപ്പ്. കടുത്ത തദ്ദേശീയവൽക്കരണം നടപ്പാക്കുന്നതിന്റെ ആദ്യ പടിയെന്ന് വേണം ഇതിനെ കരുതാൻ. എന്താണ് മാർക്ക് കാർണി ന്യായീകരണം? നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ വിദേശികളെ സ്വാഗതം ചെയ്യുന്നുണ്ട്, എന്നാൽ അവരെ താമസിപ്പിക്കാനുള്ള ശേഷി നമുക്കുണ്ടോ എന്നാണ് ഇപ്പോൾ കാർണിയുടെ സംശയം. വരും ആഴ്ചകളിൽ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു കുടിയേറ്റ പദ്ധതിയുണ്ട്. അതിൽ ഇത്തരം ജനസംഖ്യയുടെ 5% താഴെയാക്കി വിസകൾ നൽകുന്നത് വെട്ടിക്കുറയ്ക്കുക, താമസക്കാരെ വെട്ടിക്കുറയ്ക്കുക എന്നീ പദ്ധതികൾ ഉണ്ടെന്നാണ് സൂചന. IRCC പുറത്തുവിട്ട കണക്ക് പ്രകാരം 2025 ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇന്ത്യക്കാർക്ക് നൽകിയ പെർമിറ്റുകളുടെ എണ്ണം വെറും 17,885. 2024 ഈ കാലയളവിലോ 55,600 ആയിരുന്നു. 3 ഇരട്ടി വെട്ടിക്കുറച്ചു. ഈ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ പഠന പെർമിറ്റുകളിൽ 32% ഇന്ത്യക്കാർക്കായിരുന്നു. 2024 ഇതേ കാലയളവിൽ ഏകദേശം 45% വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് കാനഡ അവിടെ പഠിക്കാനുള്ള സൗകര്യം നൽകിയത്. എന്നാൽ ഈ 2025 ആയപ്പോഴേക്കും കാർണി അധികാരത്തിൽ വന്നപ്പോഴേക്കും അത് ഗണ്യമായി വെട്ടിക്കുറച്ചു. ഒരു ഭാഗത്ത് ഇന്ത്യയുടെ സൗഹൃദം തേടുന്നു, ഇന്ത്യയുമുള്ള വ്യാപാര ചർച്ചകൾക്ക് സാധ്യതകൾ തേടുന്നു, മറുഭാഗത്ത് ഇന്ത്യക്കാരെ കാനഡയിലേക്ക് കയറ്റുന്നുമില്ല. അവിടെ കാനഡയിൽ മാന്യമായി പണിയെടുക്കുന്ന ഇന്ത്യക്കാരെയും മലയാളികളെയും ഒക്കെ അവിടെ നിന്നും ഇറക്കി വിടാനുള്ള ഒരു കലാപ ആഹ്വാനം ആ രാജ്യത്തിന്റെ സ്വന്തം പ്രധാനമന്ത്രി തന്നെ നടത്തിയിരിക്കുന്നു എന്നിടത്താണ് സംഭവത്തിന്റെ സങ്കീർണത എത്രത്തോളം വലുതാണെന്നും വ്യാപ്തി എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നും മനസ്സിലാകുന്നു.